ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ധാരാളം ഗുണങ്ങളുള്ള ഒരു ഡ്രിങ്കാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. വിട്ടുമാറാത്ത ചുമയും കഫവും പനിയും തലവേദനയും ജലദോഷവും ഒക്കെ വരുന്നവർക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മെയിനായിട്ടുള്ളത് തിപ്പലിയാണ്. തിപ്പലി നല്ല ഫ്രഷ് ആയിട്ടുള്ള തിപ്പലിയാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് തിപ്പലി. അറിയാത്തവർ കണ്ടോളൂ. തിപ്പലി എല്ലാവരുടെയും വീട്ടിലും ഒരു തിപ്പലിയുടെ ചെടി വേണം കേട്ടോ. ഈ പനിയും ചുമയും കഫവും ഒന്നും വരാത്തവരാരും തന്നെയില്ല. ഈ ക്ലൈമറ്റ് തന്നെ ഇപ്പോൾ ഡിസംബർ ജനുവരിയൊക്കെ നല്ല ചുമയും പനിയും കഫവും ഒക്കെ വരുന്ന ഒരു സീസണാണ്. അതുകൊണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി കുട്ടികൾക്കും വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ എല്ലാവരും കുടിക്കുന്നത് വളരെ നല്ലതാണ്. ദിവസം വെറും വയറ്റിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷമോ ഒക്കെ കുടിക്കാനായിട്ട് പറ്റും. ഒരു വലിയ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. തയ്യാറാക്കാനായിട്ട് ഞാൻ 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മെമ്പർ എത്രയാണ് വീട്ടിലുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. 1 കഷ്ണം ഇഞ്ചിയും 1 കഷ്ണം പച്ച മഞ്ഞളും 2 ഫ്രഷ് ആയിട്ടുള്ള തിപ്പലി. ഈ തിപ്പലി ഇല്ല എന്നുണ്ടെങ്കിൽ തിപ്പലി ഇല്ലാതെയും നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും. ഈ 2 തിപ്പലിയും കൂടി നല്ലതുപോലെ ചതയ്ക്കണം കേട്ടോ. എന്നിട്ട് ഒരു 10 ഓളം കുരുമുളക്, നല്ല കുരുമുളകായിരിക്കണം. കുരുമുളക് 10 കുരുമുളക് എടുത്തിട്ടുണ്ട്. അതുകൂടി നല്ലതുപോലെ ചതച്ചതിന് ശേഷം 4 ഗ്രാമ്പും, അതും ചതച്ചാൽ മാത്രം മതി, പൊടിയാക്കണ്ട. വലിയ 1 കഷ്ണം പട്ട നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പാണ് തരുക. ഇഞ്ചിയും പച്ചമഞ്ഞളും തിപ്പലിയും ഇതൊക്കെ നല്ല ചൂടാണ് ശരീരത്തിന് കേട്ടോ. പിന്നെ കരിഞ്ജീരകം 1 സ്പൂൺ, എല്ലാം കൂടി നല്ലതുപോലെ ചതച്ച് തിളയ്ക്കുന്ന വെള്ളത്തിലേക്കിട്ട് കൽക്കണ്ട് കൂടി ഇടണം. പനം കൽക്കണ്ടാണ്. പനം കൽക്കണ്ട് ഇല്ലാത്തവർ എല്ലാം തിളപ്പിച്ചതിന് ശേഷം ലാസ്റ്റിൽ അല്പം ചൂടുള്ളപ്പം നല്ല ശുദ്ധമായ തേന് ഒഴിച്ച് കുടിക്കാവുന്നതാണ്. ഇതും കൂടെ ഇട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ അടച്ചു വച്ച് തിളപ്പിക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വേണം തിളപ്പിക്കാനായിട്ട്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം നല്ലതുപോലെ വെന്ത് ഇതിൻ്റെ എസൻസൊക്കെ ഇറങ്ങി കിട്ടും. എന്നിട്ട് ഞവരയില, പനിക്കൂർക്ക, തുളസി ഇല, പുതിന ഇതെല്ലാം കൂടി ഇതിലേക്കിട്ട് നമുക്ക് വീണ്ടും ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോഴും ഫ്ലെയിം ഓഫാക്കണം. ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം പുതിനയും പനിക്കൂർക്കയും തുളസി ഇലയും ഇടാനായിട്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു മണവും ടേസ്റ്റും ആയിരിക്കും കുടിക്കാനായിട്ട്. പനിക്കൂർക്കയും തുളസി ഇലയും ഇട്ടതിന് ശേഷം പുതിനയും ഇട്ടതിന് ശേഷം പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.